ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതുവർഷാശംസകളുടെ ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി ആദ്യം മഷ്റൂം എടുത്ത് നല്ലോണം കഴുകി ചെറിയ പീസസ് ആക്കി വെക്കണം. എന്നതിന് ശേഷം ഒന്നും കൂടി കഴുകണം. പിന്നെ അരക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അത് ആദ്യം കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ ഇഞ്ചി ചെറിയ ചെറിയ പീസസ് ആക്കി ഒരു കഷ്ണം എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി 4-5 അല്ലി, കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്താൽ മതി നിങ്ങൾക്ക്. പിന്നെ തേങ്ങയും കുറച്ച് മതി. ഇതൊക്കെ ചേർത്ത് ഒന്ന് നല്ലോണം അരച്ച് സൈഡിലേക്ക് വെക്കണം. എന്നതിന് ശേഷം ഈ അരി ഏതാ അരി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ജീര റൈസാണ്. നിങ്ങൾക്ക് ജീര റൈസോ അല്ലെങ്കിൽ ബസ്മതി റൈസോ എന്ത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഉള്ളി നമ്മൾ ബിരിയാണിക്ക് അരിയുന്ന മാതിരി കനം കുറച്ച് അരിയണം. കാരണം അധികം കനം വേണ്ട, ഫ്രൈ ആകുമ്പോൾ ലേറ്റാവും. ഇത് ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ ചെറുതാക്കി മുറിച്ചാൽ മതി. അരി നല്ലോണം കഴുകിയിട്ട് വെള്ളം വാർത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് 15 മിനിറ്റ് അവിടെ വെക്കണം. അതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 3-4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം നെയ്യ് കൂടുതൽ ഒഴിക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ പട്ട, ലവങ്ക, ഏലക്കയൊക്കെ കുറച്ച് ഇട്ടാൽ മതി. ലവങ്ക 3 എണ്ണം, പട്ട 1 പീസ്, പിന്നെ ബേ ലീവ്സ്, പെരുംജീരകം 1 ടീസ്പൂൺ ഇട്ട്, പിന്നെ ഷാഹി ജീരകം ഇട്ടിട്ടുണ്ട്. ഷാഹി ജീരകം ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും, അതുകൊണ്ടാണ് ഷാഹി ഇട്ടത്. ഇത് കുറച്ചൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ഉള്ളി നല്ലോണം ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഇപ്പോൾ ഇതിന് ഞാൻ മഷ്റൂമിന് പകരം നിങ്ങൾക്ക് വേണേൽ ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിൽ ഇടാം. അതിന് ശേഷം ഈ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഇടുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യണം. ഇത് ഇവിടെ മഷ്റൂം ആയതുകൊണ്ട് ഇത് വെജ് ബിരിയാണിയായി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്ത് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, അത് രണ്ടും ചേർത്തിട്ടുണ്ട്. കാരണം മുളക് പൊടി കുറച്ചാണ് ഇട്ടത് ആദ്യം പച്ചമുളക് ചേർത്തത് കൊണ്ട്. പിന്നെ തക്കാളി 1 തക്കാളി ഇട്ട് അതും ചെറുതായി പീസസായി അരിഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്യണം. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ഇട്ട് അതും ഒന്ന് നല്ലോണം വഴറ്റണം. അധികം നേരം വേണ്ട, ഒരു 10 മിനിറ്റ്. ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് പുളിയില്ലാത്ത തൈരാണ്. ഇത് ഒഴിച്ച് ഇത് ഒന്ന് ഒരു 5 മിനിറ്റ് വഴറ്റിയാൽ മതി. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി, ജീര റൈസ്, അത് ഇതിലേക്ക് ചേർക്കണം. അതിന് ശേഷം അത് ഒരു 3 മിനിറ്റ് ഒന്ന് ചേർത്താൽ മതി, അധികം നേരം വേണ്ട. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുപോലെ ചെയ്താൽ മതി. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ അരി എടുത്തെടുക്കുന്നത് 1.5 ഗ്ലാസ്. നിങ്ങൾക്ക് വേണേൽ കപ്പിലോ എന്തിലാണ് നിങ്ങൾ അളവിൽ എടുക്കാറുള്ളത് അതുപോലെ ചെയ്താൽ മതി. പക്ഷെ 1.5 ഗ്ലാസ്സിന് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് എന്നതിന് ശേഷം ഉപ്പ് ഇടാൻ മറക്കല്ലേ. ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ചു. ഇതിലേക്ക് ഞാൻ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ എൻ്റെ കുക്കറിൽ ഒറ്റ വിസിൽ കൊണ്ട് ഇത് വെന്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കർ അനുസരിച്ച് നോക്കി ചെയ്താൽ മതി. അതിന് ശേഷം ഞാനിതിൽ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഉണ്ടാക്കുന്നത് സലാഡാണ്. ഈ സലാഡ് ഇതിനു വേണ്ടി ബിരിയാണിക്ക് വേണ്ടിയുള്ളത്. കുറച്ച് തൈര് ഒഴിച്ച് ഇതിലേക്ക് പച്ചമുളകും മല്ലിയിലും കറിവേപ്പിലയും കുറച്ച് ഉള്ളിയും കുറച്ച് കുക്കുംബറും ചേർത്ത് ഞാൻ ഒരു സലാഡ് ഉണ്ടാക്കി വെച്ചു. ഇത് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ബിരിയാണിയിലേക്ക് ഇട്ട് ലാസ്റ്റിൽ ഒന്ന് ചേർത്താൽ മതി. ബിരിയാണി റെഡിയായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.